ജയകൃഷ്ണൻ്റെ ആയിട്ടുള്ളൊരു മീറ്റിംഗ് പുള്ളി പറയുന്നത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം. ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തല കിടന്ന് പടയ്ക്കുക. ആ കാലത്തെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ജീപ്പിനൊരു ചോരയുടെ മണ. ബാത്റൂമിൽ ഇരിക്കലും ഇവള് എൻ്റെ കയ്യിലേക്കാണ് കുട്ടി അബോർട്ട് ചെയ്തത്. ഏറ്റവും ചുരുങ്ങിയത് 5 കിലോമീറ്ററിനുള്ളിൽ ഒരു കില്ലിംഗ് ടീം, ആരെയും വകവരുത്താൻ പറ്റുന്നൊരു ടീം, അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ഈ എപ്പിസോഡിൽ കണ്ണൂർ, തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, ഇരിട്ടി മേഖലകളിലെ സംഘർഷ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ കാലഘട്ടത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ പ്രിൻസ് അബ്രഹാം ആ കാലത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ചാർജ് ഷീറ്റിൽ നമ്മോട് പങ്കുവെക്കും. ഈ കണ്ണൂർ ജില്ലയിലെ സംഘർഷ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങൾ. അത് ഒത്തിരി സംഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കൂത്തുപറമ്പായാലും കുളവല്ലൂരായാലും ഇരിട്ടിയിലായാലും തലശ്ശേരിയിലായാലും ആ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് കാണുന്നത്? അത് സർവീസ് കാലത്തിൽ ഏറ്റവും വേദനിച്ച അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു SIയുടെ പീരീഡും CIയുടെ പീരീഡും, പ്രത്യേകിച്ച് SIയുടെ പീരീഡ്. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്, പകച്ചു പോയ സമയങ്ങളാണ്. ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരോട് പറയുമ്പോൾ ചിലപ്പം ഇത് ഊതിപ്പെരുപ്പിച്ച് പറയുന്നതാണോ എന്ന് വരെ തോന്നുന്ന സൈസുള്ള ഇൻസിഡൻറ്റുകൾ ഇഷ്ടം പോലെ സർവീസിലുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാട്ടയും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പോക്ക് പോയി. സാട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP ചോദിക്കുന്നത് തലേ ദിവസം സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. അന്നത്തെ സാട്ടാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അറിയാമല്ലോ. ഓരോ സാട്ട പറയുമ്പോൾ ഭയങ്കര രസമാണ്. പാനൂരിൽ നിന്നൊക്കെ സാധാരണ പറയുന്നത്, സാർ ഇത് ഇന്നടുത്തൊരു ബോംബറുണ്ടായിരുന്നു സാർ, പിന്നെ അവിടെ ഒരാളെ വെട്ടിയിട്ടുണ്ടായിരുന്നു സാർ, പിന്നെ കുറച്ച് ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ, വേറെ കാര്യമായ വിശേഷങ്ങളൊന്നുമില്ല സാർ. ഇത് കേൾക്കുമ്പോഴുണ്ടാകാവുന്നൊരു പുറത്തുള്ള ഒരാളാണെന്ന് കേൾക്കും, ദൈവമേ ഇത്രയെല്ലാം നടന്നിട്ടും പറയുന്നത് വേറെ വിശേഷമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അത് എനിക്ക് തോന്നുന്നു ആ SIയുടെ പീരീഡിൽ അനുഭവിച്ചൊരു മാനസിക സംഘർഷം. വ്യക്തിപരമായി പോലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണ്. ഈ പ്രൊബേഷൻ പീരീഡിലെ ഏറ്റവും ആദ്യം നേരിട്ട ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവത്തിലൂടെ സഞ്ചരിക്കാം നമുക്ക്. പ്രൊബേഷൻ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയകൃഷ്ണൻ്റെ ആയിട്ടുള്ളൊരു മീറ്റിംഗ്, പുള്ളി അന്ന് അറിയപ്പെടുന്നൊരു നേതാവല്ലായിരുന്നു. ഞാൻ കൂത്തുപറമ്പിലുണ്ടാകുന്ന സമയത്തിനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ മരിച്ചുപോയ പിന്നെ SP ഉണ്ട്, ഭുവനേന്ദ്രൻ സാറും ഉണ്ട്. പുള്ളി പറയുന്നത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം എന്നൊരു സംഗതി. എനിക്ക് ഇതുപോലെ തന്നെയാണ് ഒരാളൊരു കടക്കലുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രവീൺ ദാസ് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട്. ഈ പ്രവീൺ ദാസ് കൊല്ലപ്പെടുന്നതിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പ് എൻ്റെ കോട്ടസിൽ വന്നു എന്നെ കാണാനായിട്ട്. വന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, സാർ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം, എപ്പോൾ വേണേലും സംഭവിക്കാം. ഇത് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴവൻ മരിക്കുക. അപ്പം നമുക്കതൊരു വ്യക്തിപരമായിട്ട് നമുക്കൊരു വല്ലാത്തൊരു ഷോക്കാണത്. നമുക്കിവനെ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് നടക്കണം നീ. അത് പിന്നെ ഭുവനൻ സാറും ഇദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് നടക്കണം, സൂക്ഷിക്കണം. അപ്പോൾ അവർ ഈ രണ്ടുപേരുടെ മറുപടി, അത് എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അവർ പറയുന്നത്. അത് പിന്നെ SI ആയിരുന്ന പീരീഡിൽ കൂത്തുപറമ്പിൽ കുറേ അനുഭവങ്ങളുണ്ട്. നായ്ത്തറയിലെ 2 പേരെ കൊന്നു. അത് ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ, ആയിത്തറ അറിയാമല്ലോ, ആയിത്തറ മമ്പറ ഇപ്പുറത്ത് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആയിത്തറയിൽ ഇറങ്ങുന്നത്. ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക, ഈ ജയകൃഷ്ണൻ്റെ മർഡറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അവിടെ പ്രശ്നം ആൾ കൂടിയിട്ടുണ്ടെന്നുള്ള ഇത് പറഞ്ഞിട്ട് ഞാനും പോലീസുകാരും കൂടെ പോകുമ്പോൾ ഞങ്ങൾ മുന്നേ ഒരുത്തിന് ഓടുന്നുണ്ട്, അവൻ്റെ പുറകെ കുറേ ആൾക്കാർ ഓടുന്നുണ്ട്. ചെന്ന് കാണുന്നത് ഇവരങ്ങ് പോയി, ഇവരെ പുറകെ കത്താനോ പറ്റില്ല, ജീപ്പ് നിർത്തി ഞങ്ങൾ ഇവരുടെ പുറകെ പോകുമ്പോഴത്തേനും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്ന് പിടയ്ക്കുക.
തല കിടന്ന് പിടയ്ക്കുക. തലയില്ലല്ലോ, തല കട്ടായി. തല ഏകദേശം കട്ടായി. ബോംബ് തലക്കരുത്. അപ്പം അല്ലാതെ വെട്ടുപോയത്, വെട്ടിയിട്ട് പോകുമ്പോൾ അല്ലാതെ പോകുന്നതിന് വഴിക്ക് എറിഞ്ഞ് വെട്ടുപോയത്. ഒരേ ദിവസം തന്നെ 2 പേരാണ്. ഈ 2 പേരുടെ ഈ ക്രമേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു രംഗമുണ്ട്. വൈകിട്ട് ഒരു സന്ധ്യ കഴിഞ്ഞു. വരുമ്പോൾ ശൈലജ ടീച്ചറെല്ലാം ഉണ്ട്. അന്ന് ടീച്ചർ MLA ആണ്. വേറെ കുറേ MLA മാരുണ്ട്, കുറേ പാർട്ടി നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ. അപ്പോൾ അവിടുന്ന് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തുകലങ്ങാടി ഭാഗത്ത് വരുമ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയെല്ലാം പോലീസിനെ ഇട്ട് സന്ധ്യയായി. അവിടെ അന്ന് ഡിവൈഡറുണ്ട്. ഈ അടുത്ത കാലത്തെങ്ങാണ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആ തുകലങ്ങാടി സ്കൂളിൻ്റെ അടുത്തെത്താറായപ്പോഴും, തുകലങ്ങാടി ഹൈസ്കൂളിൻ്റെ അടുത്തെത്താറായ സമയത്ത് ഒരു ബോംബ് എൻ്റെ വണ്ടിയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോയി. ഒരെണ്ണം പിന്നെ ഈ ഡിവൈഡറിൽ വന്ന് തട്ടി. എന്നിട്ട് വണ്ടി ഡിവൈഡറിലേക്ക് കയറി. നമ്മുടെ പുറകിൽ ഈ MLA മാർ നിരനിരയായിട്ട് വരിക. ഏറ്റവും മുന്നിൽ ഞാനാ. എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റില്ല. 5-6 ബോംബ് എറിഞ്ഞു, ആർക്കും ഒന്നും പറ്റിയില്ല. ബോംബ് പൊട്ടി. അല്ല, ബോംബുകളിങ്ങനെ പൊട്ടി. ബോംബ് പൊട്ടി. ഇത് എൻ്റെ വണ്ടി. ആ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ കഴിവ് കൊണ്ടാണ് ശരിക്കും ആ വണ്ടി മറിയാതെ പോയത്. അല്ലെ വണ്ടി മറിഞ്ഞു പോകും. വണ്ടി മറിഞ്ഞാൽ നല്ല വലിയ ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യും. കാരണം ഇവരെല്ലാം നിൽക്കുമല്ലേ. ഇത് എൻ്റെ വണ്ടി പാഞ്ഞതോടുകൂടി തന്നെ ബാക്കിയുള്ള വണ്ടി അതേ സ്പീഡിൽ പാഞ്ഞിങ്ങ് പോയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായിപ്പോയി. ആ കാലത്തെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ജീപ്പിനൊരു ചോരയുടെ മണ. ദിവസവും ഒരു 3-4 ദിവസത്തേക്ക് ഇത് തന്നെയല്ലേ. ആ ഒരു വർഷം അവിടെ പിന്നെ കൂത്തുപറമ്പ് ലിമിറ്റിൽ 6 പേരോ 7 പേരോ ആണ്. തൊട്ട് മുമ്പത്തെ വർഷം ജയേഷൻ മാസ്റ്റർ മരിക്കുന്ന ആ വർഷം പാനൂരാണ് ഈ 6 പേര് മരിച്ചതെങ്കിൽ, അപ്പം എനിക്ക് ഞാൻ രക്ഷപ്പെട്ടല്ലോ, കുഴപ്പമൊന്നുമില്ലാന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുക. അന്ന് അബൂബക്കർ സാറാണ് SP, കണ്ണൂർ SP, നമ്മുടെ മന്ത്രി റിയാസിൻ്റെ. അതെ. അപ്പം ഞാൻ അത് ആശ്വാസിച്ചിങ്ങനെ ഇരിക്കാം, നമുക്ക് ഇൻസിഡൻ്റ് ഒന്നുമില്ലല്ലോ, രക്ഷപ്പെട്ടു. പിറ്റേ വർഷം ഡിസംബർ 1 ആയപ്പോഴത്തേന് നമുക്ക് 6 കിട്ടി. 1-2 തീയതികളിലായിട്ട് 6-7 പേരെയാണ് കൊല്ലപ്പെടുന്നത്. അതെല്ലാം ബോംബേറിലും വെട്ടിയിട്ടുമാണ്. അത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ പോയിരുന്ന്, ഞാനും പോലീസുകാരുടെ പോയിരുന്നിട്ട് വർത്താനം എല്ലാം പറഞ്ഞ്, പിന്നെ അവിടെ എന്തൊരു തർക്കം ഉണ്ടായിരുന്നു. അവിടെ രാത്രി കേൾക്കുന്ന അവനെ വെട്ടിക്കൊന്നു. ഇത് ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകളല്ലേ ചെയ്യുന്നത്. അതും 2 ഭാഗത്തും ഉണ്ട് കേട്ടോ. അപ്പുറവും ഇപ്പുറവും എല്ലാം ഇങ്ങനെ ആൾ തമ്പടിച്ച് നിൽക്കുക, കയ്യിൽ ബോംബുമായിട്ട് പോകുക. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഈ ജയകൃഷ്ണന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ജയരാജനെയും ജയരാജനെ ഓണത്തിന്റെ സമയത്തല്ലേ? എവിടെയാണുള്ളത്? ഇല്ല, അന്നേരം ഞാനിവിടെ ഇല്ല. അത്രയും ലീഡർഷിപ്പിലുള്ളവരേക്ക് അന്നേരത്തെ അവസ്ഥ എന്താണ്? അവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? അവര് പിന്നെ ഇവർ വല്ലാത്ത അന്തരീക്ഷമല്ലേ. അവരും അതേപോലെ തിളച്ച പോലത്തെ സ്വഭാവമാണ്. പോലീസ് എന്ന് പറയുമ്പോൾ അന്ന് പോലീസിനോടൊരു എന്താ പറയുക, അഗ്രസീവായിട്ടുള്ള രൂപത്തിൽ ഈ എല്ലാ നേതാക്കന്മാരും പെരുമാറിയെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കാരണം അവരുടെ സാഹചര്യം എങ്ങനെയാണ്. അങ്ങനെ എല്ലാം മൊത്തത്തിൽ എല്ലായിടവും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നേതാക്കന്മാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവമടക്കം കൊണ്ടുപോകണം, അവരുടെ വീട്ടിൽ പോകണം. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ മാറുകയല്ലേ. ഈ അവസ്ഥയാണ് അന്നുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും. വ്യക്തിപരമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം വല്ലാതായിപ്പോയിട്ടുള്ള സമയമുണ്ട്. വല്ലാതായിപ്പോയെന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പിൽ ഞാൻ കല്യാണം അല്ലെങ്കിൽ 99 നാദാപുരം SI ആയിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ വരുന്നത് കൂത്തുപറമ്പിലേക്കാണ്. മാറ്റം വരുന്നു. കൂത്തുപറമ്പ് കോട്ടസിലാണ് താമസിക്കുന്നത്. വൈഫ് പ്രഗ്നൻ്റാണ്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ പിന്നെ തുക്കലങ്ങാടി ഹോസ്പിറ്റലിൽ, ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച്, അപ്പോൾ 2 ദിവസം അവിടെ കിടന്ന് പിന്നെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് പേടിച്ചിട്ടും കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ പറയും, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പാതിരാത്രിക്ക് വരും, ചിലപ്പം പിറ്റേ ദിവസമൊക്കെ വന്ന ദിവസമുണ്ട്. എനിക്ക് കഴിയുമല്ലേ ഈ ഒച്ച കേൾക്കുമ്പോൾ തന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ ശബ്ദം കഴിഞ്ഞാൽ അവൾ പറയും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഉള്ള ആൾ വരും. അതിൽ ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണില്ല അന്ന്. ആയി വരുന്നത് ലാൻഡ് ലൈനും ഇല്ല. പോലീസുകാർ വന്ന് പറയണം, സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് പറയണം എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ അറിയത്തുള്ളൂ. പിന്നെ സെറ്റിൽ കൂടെ അറിയാൻ പറ്റും. പക്ഷെ വണ്ടിയും താങ്കൾ പറഞ്ഞ പോലെ വണ്ടി വന്ന് SIക്ക് വണ്ടി ഒന്നും കൊണ്ടുപോയി സ്റ്റേഷനിൽ പിന്നെ കോട്ടയത്തിൽ ഇടാനും പറ്റുകയില്ല. ഇപ്പം ഇങ്ങനെ ഒരു ദിവസം പിന്നെ ഈ സംഭവം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുക. സന്ധ്യസമയം കഴിഞ്ഞു. അപ്പോൾ സെറ്റിൽ കൂടെ എന്നോടൊന്ന് റൈറ്റർ ദാമോദരനാണെന്ന് തോന്നുന്നു എന്നെ വിളിക്കുന്നത്.
സാർ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിക്കണം അർജൻറ്റ് എന്ന് പറഞ്ഞു. സാർ ഇങ്ങോട്ട് വരണം, ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞ് പിന്നെ ചേച്ചിക്ക് എന്തോ ഇതായി. അങ്ങനെ പിന്നെ നമുക്കന്ന് കുറേ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് ഈ കൂത്തുപറമ്പിൽ, നല്ല സൗഹൃദമുള്ള കുറേ ഓട്ടോറിക്ഷക്കാരെ എനിക്ക് പണ്ട് പോലെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ആരോ ഒരാൾ, പിന്നെ ചേട്ടനുണ്ട് അന്ന് അവിടെ, ഈ ടൂപ്പ് ചേട്ടൻ, അവരും ഉണ്ട് അവിടെ അല്ലേ. ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തത്, ഇവിടെ നമ്മുടെ അവിടെ ആസ്പത്രിയിലാക്കി, കൂത്തുപറമ്പ് ഗവൺമെൻറ് ആസ്പത്രിയിൽ ആക്കി. അപ്പം ഞാനിത് അറിഞ്ഞപ്പോൾ ഈ ഫോൺ വിളിച്ചു, എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വിളിച്ചു. ഇപ്പം ഇങ്ങനെയാണ് സാർ, പെട്ടെന്ന് വരണം. ഞാൻ തന്നെ പെട്ടെന്ന് പോയി, യൂണിഫോമിലാണ് പോകുന്നത്. യൂണിഫോമിന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് പോയി. ആസ്പത്രിയിലേക്ക് പോയപ്പോൾ ഇവളുണ്ട്, നമുക്ക് തീരെ വയ്യ, ബ്ലീഡിങ്ങും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടറുണ്ട്, ഹേമലത ഡോക്ടറുടെ റൂമില്ല, അല്ല കിടക്കയില്ല, ഹേമലത ഡോക്ടേഴ്സിൻ്റെ റെസ്റ്റ് റൂമിൽ തന്നെ കിടത്തി. നോക്കിയത് ഹേമലത ഡോക്ടറാണ്, വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിൽ ഇരിക്കലും ഇവള് എൻ്റെ കയ്യിലേക്കാണ് കുട്ടി അബോർട്ട് ചെയ്ത് വരുന്നത്. എൻ്റെ കയ്യിലേക്ക് 6 മാസം ആവാൻ പോകുന്നു, എൻ്റെ കയ്യിലേക്കാണ് ഡെലിവറി. നിങ്ങൾ ആലോചിച്ചു, ഞാൻ എന്താ ജീവൻ സ്വന്തം കയ്യിലേക്ക്, ഒരു വല്ലാത്ത അനുഭവമാണ്. ജീവനില്ലാണ്ട് എൻ്റെ കയ്യിലേക്ക്. അപ്പം ആകെ ഒരു എന്താ എനിക്കെന്താ, ഞാൻ നിലവിളിക്കണോ, ഒച്ച വെക്കണോ, ആദ്യത്തെ കുഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ ഒച്ച എന്തോ കേട്ടിട്ടാണെന്ന് തോന്നുന്നു, പിന്നെ 2 നേഴ്സുമാർ പെട്ടെന്ന് വന്നു, ടോയ്ലറ്റിലേക്ക് ഓടി വന്നു. ഞാനെന്തോ ഒച്ച വെച്ചത് എനിക്ക് തോന്നി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ യൂണിഫോമിലാണ് എൻ്റെ കയ്യിൽ. ഒരു വല്ലാത്ത, എനിക്കൊന്നും അങ്ങനെ ആർക്കും തന്നെ അനുഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഹേമലത ഡോക്ടറെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ. ഈ 6 മണിക്കൂർ നേരം വെളുക്കുന്നത് വരെ വയർ കഴിയാൻ, ഒരു 5 മാസം കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് വയറ് നന്നായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആൾക്ക് തന്നെ അപകടമാണ്, അത് ബ്ലീഡിങ് ഉണ്ടല്ലോ. ആ ഹേമലത ഡോക്ടറും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാരും അവർ ആക്റ്റീവായിട്ട് നിൽക്കുക. അവരെല്ലാവരും കൂടെ ശ്രമപരമായിട്ട്, അല്ലെങ്കിൽ സിജിന്ന് ജീവിച്ചിരിക്കില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ബ്ലീഡിംഗ് എല്ലാം നിൽക്കുന്നുമില്ലല്ലോ, പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യണ്ടേ. ഏതായാലും നേരം വെളുക്കുന്നതോടം വരെ ഈ ഹേമലത ഡോക്ടറോട് എനിക്ക് ഭയങ്കര സ്നേഹവും. അത് ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടാവുക, അതും അന്തരീക്ഷ സമാധാനപരമാണോ. എന്നിട്ട് ഈ വിവരം അറിഞ്ഞിട്ട് വീട്ടുകാർ ലാസ്റ്റ് ബസ്സിന്, അവിടുന്ന് ഉള്ള ലാസ്റ്റ് ബസ്സിനോ അല്ല, തൊട്ടടുത്ത ഒരു സുഹൃത്തിൻ്റെ ജീപ്പും വിളിച്ചിട്ട് അപ്പനും അമ്മയും കൂടെ വന്നു. പിന്നെ കുറേ നാൾ വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ വ്യക്തിപരമായും അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗികമായിട്ടും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എസ്ഐയുടെ കാലഘട്ടം. ആ സമയത്തൊക്കെ പോലീസിന് നേരെ ഉണ്ടാകുന്ന അറ്റാക്കുകൾ, രാഷ്ട്രീയക്കാരെ നേരിടുന്ന നേതാക്കളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയ്ക്ക് എങ്ങനെയൊക്കെയായിരുന്നു? നേരെ തന്നെ അറിയില്ലേ ബോംബ്, നേരെ തന്നെ അറിയും. അന്ന് പിന്നെ എപ്പോഴും തോക്കുണ്ടാവും 303. ഈ 303 ഫയർ മനുഷ്യന്മാരെ നേരെ ഒന്നും വെക്കാൻ പറ്റൂല്ലോ, നമ്മളവരെ പേടിപ്പിക്കാനല്ലേ പറ്റുള്ളൂ, നമ്മളവരെ സംരക്ഷിക്കേണ്ടവരല്ലേ. ക്രിമിനൽ ആണെങ്കിലും അവരും വ്യക്തിയല്ലേ, വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റുമല്ലോ. അപ്പോൾ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് ഇവർക്കറിയാം, നമ്മൾ ആകാശത്തേക്ക് വെക്കും എന്നുള്ളത് ഇവർക്കറിയാം. അവര് നമ്മുടെ നേരെ പോകുമ്പോൾ പക്ഷെ നമ്മൾ ആകാശത്തേക്ക് വെക്കുള്ളൂ, ഇവരെ ഓടിക്കാനാണല്ലോ. അപ്പോൾ ഈ പല സമയത്തും പല സ്ഥലത്തൊന്നും അറ്റാക്ക് ഉണ്ടായിട്ടോ. ഇപ്പോൾ ശ്രീജിത്ത് സാറിന് നേരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര്, മറ്റേ മലപ്പുറംകാരനായിട്ടുള്ള ഒരു CI കരീം സാർ, അബ്ദുൽ കരീം സാറിന് നേരെ ബോംബ് ഉണ്ടായില്ലേ. ഒരുപാട് പേർക്ക് നേരെ. വനത്തിനുള്ളിൽ DGP ഒരിക്കൽ തടയുന്ന ഒരു സ്ഥിതി വരെ DS ശാസ്ത്രി. അത് ഇദ്ദേഹം അത് കുറച്ചൊരു പൊരിപ്പിച്ച് പറഞ്ഞതാണ്. അത് പൊരിപ്പിച്ച് പറഞ്ഞതാ. പക്ഷെ അതിനകത്ത് കേസെടുക്കേണ്ടി വന്നില്ല. കേസെടുത്തു. അന്നത്തെ ഈ ക്രിമിനൽസിന്റെ, ഈ രാഷ്ട്രീയ ക്രിമിനലുകൾ, പല ക്രിമിനലുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ രാഷ്ട്രീയ അന്ധതയാണ് ഇതിന് കാരണം. രാഷ്ട്രീയ അന്ധത, യാതൊരു സെൻസും ഇല്ലാതെ രാഷ്ട്രീയ അന്ധത. അത് പിന്നെ സൈദ്ധാന്തികപരമായിട്ടുള്ള ഒരു അടുപ്പമൊന്നുമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയോട് അമിതമായുള്ള ഒരു വിശ്വാസം കൊണ്ടുണ്ടാകുന്നതാണ്. അത് രസമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ എടുക്കുമ്പോഴും അവിടെ ഒരു ടീമുണ്ടാവും. അത് ഒരു കില്ലിംഗ് ടീം തന്നെ ഉണ്ടാവും.
ഒന്ന് ആലോചിച്ച് നോക്കുക നാട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന ശാന്തമായ സുന്ദരമായ ഒരു അന്തരീക്ഷമല്ല അന്നുണ്ടായിരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 5 കിലോമീറ്ററിനുള്ളിൽ ഒരു കില്ലിംഗ് ടീം, ആരെയും വകവരുത്താൻ പറ്റുന്നൊരു ടീം, അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് പ്രധാനമായിട്ടും പിന്നെ ഉണ്ടാക്കുന്ന 2 കക്ഷികൾക്ക് തമ്മിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ബോംബ് ഇവർ ഉണ്ടാക്കുമ്പോൾ പൊട്ടിയ സ്ഥലത്തൊക്കെ നിങ്ങൾ എത്തിയിട്ടില്ലേ? അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അതല്ല എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഇത് ഉണ്ടാക്കുമ്പോൾ പൊട്ടി കൈയും കാലും കണ്ണും നെഞ്ചും എല്ലാം പിളർന്നു ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഓർമ്മ എന്നാലും കുഴപ്പമില്ല. അല്ല, അങ്ങനെയുള്ള ഓർമ്മ എന്താണ്? ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഓർമ്മയിൽ വരുന്നത് ചെറിയ ഇൻസിഡൻറ്റാണ്. കാരണം ഞാനത് വലിയ വലിയ ഇൻസിഡൻറ്റുകളുണ്ട്, ഒരുപാട് പേരുടെ കൈയും കാലും പോയതും കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്ത ഇൻസിഡൻറ്റുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒരു ഹൃദയസ്പൃക്കായി തോന്നിയ ഒരു സംഭവം തലശ്ശേരിയിൽ ഒരു +2 കഴിഞ്ഞിട്ടുള്ള, അന്ന് പ്രീ ഡിഗ്രി ആണോ, പ്രീ ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള, അല്ല +2 തന്നെ, +2 കഴിഞ്ഞിട്ടുള്ള 3 കുട്ടികൾ. +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ആ വീട് രക്ഷപ്പെടാനുള്ള ആകെ ഒരു മാർഗമായിട്ടാണ് ആ അമ്മ ആ പേപ്പറിനെ കാണുന്നത്. പക്ഷേ പോയില്ലേ, ആ വിഷമവും ആ ദുഃഖവും എല്ലാം ആ അമ്മയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ മരിച്ചുപോയ എത്ര പേരുടെ വീടുകളിൽ ഇതുപോലെ കണ്ണീര് വീണിട്ടുണ്ടാവും അല്ലേ? അവരെല്ലാം ആ വ്യഥയും വിഷമവും അനുഭവിക്കുന്നില്ലേ? അതും ചെറിയ പ്രായമുള്ളവരെല്ലാം മരിക്കുന്നതെല്ലാം അങ്ങനെയല്ലേ? ബോംബ് പൊട്ടുമ്പോഴും കെട്ടുമ്പോഴും ഒക്കെ മരിച്ചുപോയ ആൾക്കാരെല്ലാം ചെറിയ പ്രായക്കാരല്ലേ? ആ അപ്പനും അമ്മയും എത്രയോ വർഷക്കാലം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ടാവില്ലേ? അവർ മരിക്കുന്നത് വരെ ആ വേദന അവർ മാറത്തില്ല. കണ്ണൂരിലെ സംഘർഷ കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായാണ് ഈ നമ്മുടെ ചാർഷിന്റെ എപ്പിസോഡ് സഞ്ചരിക്കുന്നത്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.